നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് തെറ്റിയിട്ടില്ല സിസ്റ്റർ. ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഫോൺ വന്നത്. ഒരു കുട്ടിയുടെ സർജറിയുടെ ആവശ്യത്തിന് ബ്ലഡ് വേണമെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയൊരു സർജറി ഇവിടെ നടക്കുന്നില്ല മാഡം. പേഷ്യന്റിന്റെ പേരെന്തെന്ന് അറിഞ്ഞാലേ നാളെയോ മറ്റോ സർജറി ഉണ്ടോ എന്ന് പറയാൻ പറ്റൂ. മാഡത്തെ ഇവിടുന്ന് ആരാണ് വിളിച്ചത്? ഇവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട് താരയെന്നാണ് ആ മാഡം പേര് പറഞ്ഞത്. താര എന്ന പേരിൽ ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ഇവിടെ ഇല്ലല്ലോ. അതെ, ഒരു സെക്ഷനിലും അങ്ങനെ ഒരാളില്ല മാഡം. എങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കാം. ചിലപ്പോ എനിക്ക് ഹോസ്പിറ്റലിന്റെ പേര് മാറിപ്പോയതാണെങ്കിലോ. ഓക്കെ. ആ നമ്പർ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്തായാലും ബ്ലഡ് കൊടുക്കാൻ വന്നതല്ലേ, ബ്ലഡ് ബാങ്കിൽ ചെന്ന് ഡൊണേറ്റ് ചെയ്തിട്ട് പൊയ്ക്കോളൂ. മറ്റാർക്കെങ്കിലും ഉപകരിക്കുമല്ലോ. അയ്യോ, അത് വേണ്ട. ബ്ലഡ് ആവശ്യപ്പെട്ട് അവര് വീണ്ടും വിളിച്ചാലോ? എനിക്ക് ഹോസ്പിറ്റലിന്റെ പേര് മാറിപ്പോയതാണെന്ന് ഉറപ്പായി. എന്നെ കാണാതെ വരുമ്പോ താര മാഡം വിളിക്കുമല്ലോ. അപ്പോഴേക്കും ഞാനിവിടെ ബ്ലഡ് തന്നു കഴിഞ്ഞാൽ ഉടനെ വീണ്ടും കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ്. എങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇറങ്ങുവാ. ടൗണിൽ ഇത്തിരി ഷോപ്പിംഗ് ഉണ്ട്. അപ്പോഴേക്കും താര മാഡം വിളിക്കുമെന്ന് നോക്കാം. ശരി. അവർ വീണ്ടും വിളിച്ചില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തോളാം. ഓക്കെ. ഓക്കെ മാഡം. പക്ഷേ SK ഹോസ്പിറ്റൽ എന്ന് തന്നെയാ താര മാഡം പറഞ്ഞത്. ഞാൻ കേട്ടത് എങ്ങനെ തെറ്റും? എടി, നിന്റെ നിഖിലേട്ടനെ കാണുന്നില്ലല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്ക്.